കുറേ നാൾ മുമ്പേ ബുക്ക് വായനയൊക്കെ തുടങ്ങിയായിരുന്നേ. എവിടെയോ സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വായന. അതിനുശേഷം അടുക്കളയിലോട്ട് പോയപ്പോൾ ദാ നിൽക്കണം അമ്മ. അപ്പോൾ അമ്മ അതാ എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് കുറേ ഹരാസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഹരാസ് ചെയ്തു. ഇതിൻ്റെ പ്രോ എഡിറ്റിംഗ് ആണ് ഗൈസ്. 9 കോളത്തിൽ തെളിഞ്ഞു വരുന്ന ഞാനും അമ്മയും. പിന്നെ അമ്മ പറയണം ഞാൻ ഇപ്രാവശ്യം ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം കല്ലാണോ സ്പോഞ്ചാണോ നമുക്ക് നോക്കാം. ഹായ് സ്പോഞ്ച് അമ്മ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഹോളിലോട്ട് വന്നപ്പോൾ ദാ ഇരിക്കുന്ന അമ്മ, എൻ്റെ 2 അമ്മമ്മമാർ. ഇവരൊക്കെ എന്താ ഉറ്റു നോക്കുന്നത്? നമ്മുടെ സച്ചയും രേവതിയും. അപ്പോൾ ഇവർ എല്ലാ വീടുകളിലും വൈകുന്നേരം 7:30 കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം എന്താ ഈ സൂം ചെയ്യുന്ന എൻ്റെ ഗിരിജാമ്മ ഈസ് എ റിയൽ സീരിയൽ അഡിക്റ്റ്. എന്താണ് 6 മണി തൊട്ട് 10 മണി വരെ ഏഷ്യാനെറ്റ് സി കേരളം മാറി മാറി കളിക്കും. പിന്നെ എൻ്റെ കുഞ്ഞ് സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയാണേ. പിന്നെ അതാ എൻ്റെ കുക്കു. ഇവളില്ലാതെ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഉണ്ടോ? അവൾ കറക്റ്റായിട്ട് പോസ് ചെയ്തു. അതിനുശേഷം അകത്തോട്ട് വന്നപ്പോഴാണ് ഞാൻ 2 ദിവസം മുമ്പ് അലമാരയിൽ നിന്ന് വലിച്ചു വാരിയിട്ട തുണി. എനിക്ക് വല്ലാത്ത കേടായിരുന്നു. കാരണം അടുക്കി പറക്കി വെച്ചിരുന്ന തുണിയാണ് ഞാൻ വലിച്ചുവാരിയിട്ടിട്ട് ഒന്നേന്ന് അടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ വലിച്ചുവാരിയിട്ടിട്ട് 2 ദിവസം ഞാൻ അവിടെ തന്നെ ഇട്ടിരുന്നു. അതിനുശേഷം കയറി വന്നപ്പോൾ ദയനീയത തോന്നി. ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൂടി കിടക്കണം കണ്ടപ്പോഴേ. പിന്നെ വന്നിരുന്ന് അടുക്കി പറക്കി വെക്കാൻ തുടങ്ങി. ഇങ്ങനെ മടക്കി വെക്കുകയാണ്. അപ്പോഴാണ് അമ്മമ്മ സൈഡിൽ നിന്നിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ക്യാമറ ഓണാക്കി വെച്ചിട്ട് തുണി മടക്കണേന്ന്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് കാണിക്കുന്നത്. അമ്മമ്മ എടുത്ത് വിളിച്ചതാണ്, വാ വാ നമുക്ക് എന്നെ ഒന്ന് അടുക്കാൻ വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചറിയിപ്പോയി. അങ്ങനെ കഷ്ടപ്പെട്ട് തുണികളെല്ലാം പതുക്കെ പതുക്കെ മടക്കി അടുക്കി വെച്ചു. പക്ഷേ ഇത് എപ്പോഴാണ് ഞാൻ അലമാരക്കകത്തോട്ട് കയറ്റി വെക്കാൻ പോണേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എന്നാലും ഞാൻ തുണികളെല്ലാം മടക്കി പറക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ അങ്ങനെ തീർന്നു. നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം.